വിജയം. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. മധുരം നിറഞ്ഞ പ്രതികാരവും പകരം വീട്ടിലും കടത്തു തീർക്കലുമാണ് ഈ ചിത്രത്തിൽ. അങ്ങനെയൊന്നും ആക്കണ്ട. കഴിഞ്ഞ ചോദ്യം തെറ്റിദ്ധരിച്ചു. അല്ല അങ്ങനെയൊന്നും അല്ല, അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ നിങ്ങൾ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒക്കിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം. കാരണം ഇനി വരാതിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം. മുൻകൂർ ഓടും. അല്ല ചുമ്മാണ്. അല്ല അങ്ങനെയല്ല, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പൊ എന്തായാലും സന്തോഷം, അത്രേ ഉള്ളൂ. അതെ താങ്ക് യു. അതെ ആ ബാ ആ കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല. അല്ല ബേസിൽ കണ്ടിട്ടില്ല തോന്നുന്നു. ഇല്ല. അത് എന്നോടല്ല, നിങ്ങൾ പറയണം. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെയൊക്കെ ഇല്ലെന്ന് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90s സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കിട്ടുന്ന കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിപ്പുമായിട്ട് അല്ലെങ്കിൽ റോഷാക്കാനൊക്കെ കണക്ഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാക്കിന്റെ ഒരു കഷ്ണം. സോ അത് കിട്ടുന്ന കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം എന്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. സോ ആദ്യം ഒരു സീനിയർ ആക്ടറിനൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റിൽ കുറെ ചേഞ്ചസ് വരുത്തിയപ്പോൾ ധ്യാൻ ചേട്ടൻ ടൈലർ മെയ്ഡ് ആയിട്ട് തോന്നി. ധ്യാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. കിടപിടിക്കാതെ അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോ ഇതിൽ ശരിക്കുള്ള നായകൻ സിജിച്ചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങള് ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജിച്ചേട്ടനാണ്. അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജിച്ചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി അല്ലല്ല. ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജിച്ചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കിക്കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോ സിജിച്ചേട്ടനാണ് ഇവിടുത്തെ നായകൻ. രണ്ട് എക്സ്പീരിയൻസ് ആണ്. സിനിമയിലെ കഥാപാത്രമല്ല. ഇപ്പൊ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇന്റർവ്യൂവിലെ തമാശകള് സിനിമയില് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പൊ അവിടെ കാരണം ഇത് ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് ഒന്ന് രണ്ട് പേരിലെ പറയുന്നത് കേട്ടു, ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോ നിരാശയായിരിക്കും. കാരണം ഒരു കോമഡി പടമല്ല. ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി. അത്ര അല്ല, എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം. എനിക്ക് എല്ലാ റോളും ഒരുപോലെ അല്ലേ? എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാൻ